ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, പ്രൈവറ്റ്, ഓട്ടോണോമസ് എന്നീ കോളേജുകളുടെയൊക്കെയും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ജൂൺ 30 ആരംഭിക്കും. ജൂലൈ 4 അവസാനിക്കും. ജൂലൈ 8 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ആരംഭിക്കും. കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുക. ഇവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ചെല്ലാൻ എന്നീ ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ഓപ്ഷൻസ് കാണിക്കും. നമ്മൾക്ക് വേണ്ട കോളേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സെർച്ച് ബാറിൽ കോളേജിൻ്റെ പേര് ടൈപ്പ് ചെയ്തും നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത കോളേജസ് ഇതുപോലെ കാണിക്കും. എത്ര കോളേജസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് തന്നെ ഒന്നാമത്തെ കോളേജ്, രണ്ടാമത്തെ കോളേജ് അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് പോവുക. അതിനുശേഷം പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളേജിൻ്റെയും ഇതുപോലെ ഒരു ലിസ്റ്റായിട്ട് കിട്ടും. അത് നിങ്ങൾ PDF ആക്കി സൂക്ഷിക്കുക. ഈ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഫീസ് സ്ട്രക്ചറിൻ്റെ ലിസ്റ്റാണ്. ഗവൺമെൻറ് എയ്ഡഡ്, ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ 8650 രൂപയാണ് ഫീസ് വരുന്നത്. തുടർന്ന് ഓരോ കോളേജുകളിലും മെറിറ്റ് ലോവർ ഫീ ആൻഡ് മെറിറ്റ് ഫുൾ ഫീ എത്ര വരും എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇത് റിസർവേഷൻ കാറ്റഗറീസിന് എത്രത്തോളം % സീറ്റ് അവൈലബിൾ ആണ് എന്നതിൻ്റെ ലിസ്റ്റാണ്. ഇത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ടൈപ്സ് ആണ്. ഇതിൻ്റെ അണ്ടറിലാണ് ഓരോ കോളേജും വരുന്നത്. ഇത് ഗവൺമെൻറ് കോളേജസിൻ്റെ ലിസ്റ്റാണ്. 9 ഗവൺമെൻറ് കോളേജസാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇതിൽ എയ്ഡഡ് ഉണ്ട്, എയ്ഡഡ് ഓട്ടോണോമസ് കോളേജ് ഉണ്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസും ഉണ്ട്. ഇതിൽ KPIN അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്, DMC കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്നുണ്ട്, KSRTCയുടെ അണ്ടറിൽ വരുന്ന കോളേജുണ്ട്. ഇതിൽ KUFOSൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോളേജുണ്ട്, IHRDയുടെ അണ്ടറിൽ വരുന്ന 9 കോളേജുകളുണ്ട്, LBSൻ്റെ അണ്ടറിൽ വരുന്ന 2 കോളേജുകളുണ്ട്. അങ്ങനെ ഓരോ സെക്ഷൻ്റെയും അണ്ടറിൽ വരുന്ന കോളേജുകളുടെ ലിസ്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ്. ഈ കാണുന്നതാണ് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റുകൾ. എഞ്ചിനീയറിംഗ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയായപ്പോൾ വിവിധ ബ്രാഞ്ചുകളിൽ അവസാനം പ്രവേശനം ലഭിച്ച റാങ്കുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.